വീണ്ടും വീണ്ടും പറയുകയാണ്, സർജറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷമോ മുട്ട് മടക്കാതെ ലിഗമെൻ്റ് ഹീലാവാൻ വേണ്ടിയിട്ട് മുട്ട് മടക്കാതെ നിങ്ങൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരു കാര്യം ശ്രദ്ധിക്കുക. സിവിയറായിട്ട് ഫ്രാക്ചറൊക്കെ ഉള്ള കേസിൽ ഫ്രാക്ചർ ഹീലിങ്ങിന് വേണ്ടിയിട്ട് എല്ല് കൂടിച്ചേരാനായിട്ട് മുട്ട് മടക്കാതെ വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ഫ്രാക്ചർ ഹീലിങ്ങിന് ഇമ്മൊബിലൈസേഷൻ ആവശ്യമാണ്. എന്നാൽ ലിഗമെൻറ്റിന് വേണ്ടി മാത്രം ഹീലാവാൻ വേണ്ടി നിങ്ങൾ പ്രൊലോങ്ഡ് ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തും വരെയൊക്കെ ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, 6 മാസം മുകളിലേക്ക് ഇമ്മൊബിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മുട്ടിൽ ടൈറ്റ്നസ് വരും. ഈ ടൈറ്റ്നസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അത്ര എളുപ്പത്തിലൊന്നും മടക്കിയെടുക്കാൻ പറ്റില്ല. ഫ്രാക്ചർ ഹീലിങ്ങിന് വേണ്ടി തന്നെ നമ്മൾ മുട്ട് മടക്കാതിരിക്കുമ്പോൾ അതിന് ശേഷം വരുന്ന ടൈറ്റ്നസ് പിന്നെ എത്ര പാടുപെട്ടിട്ടാണ് അതൊന്ന് മടക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന മിക്ക ആളുകൾക്കും മുഴുവനായിട്ട് മുട്ട് മടക്കി നിവർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ലിഗമെൻ്റ് കൂടി ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് കാരണം മുട്ട് പിന്നീട് മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻ ആയിട്ട് തുടരും. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഈ ലിഗമെന്റ് ഹീലിങ്ങിനെ ബാധിക്കാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മുട്ട് മടങ്ങാതിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ രക്ഷപ്പെടാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക. ഇഞ്ചുറി സംഭവിച്ചവരും അതുപോലെ തന്നെ സർജറി കഴിഞ്ഞവരും പ്രത്യേകം പറയുകയാണ്, കറക്റ്റായി റീഹാബ് ചെയ്ത് കഴിഞ്ഞാൽ 100% റിക്കവറിയിലേക്ക് വരാൻ സാധിക്കും.